Now character function. എന്തിനായിരിക്കും character function? Yes, it is used to perform operations on characters, single characters. ഒരു ക്യാരക്ടറിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ക്യാരക്ടർ ഫങ്ഷൻസിൽ വരിക. ദിസ് ഇസ് ഓൾസോ എ പ്രീഡിഫൈൻഡ് ഫങ്ഷൻ. സോ വി നീഡ് ദിസ് ഹെഡർ ഫയൽ CC type. CC type എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ വേണം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഒരു ചേഞ്ചുള്ള ഒരു ഹെഡർ ഫയൽ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന വേണം CC type. അതാണ് ഹെഡർ ഫയൽ, ക്യാരക്ടർ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ. സോ ഇറ്റ് ഈസ് യൂസ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ ക്യാരക്ടറായിട്ട് പാസ് ചെയ്യും, ആ ആർഗ്യുമെൻറ്റിലാണ് ഓപ്പറേഷൻസ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ ക്യാരക്ടേഴ്സിൽ ചെയ്യാൻ പറ്റുക നോക്കാം. 6 ഓപ്പറേഷൻസ് നമുക്ക് ക്യാരക്ടറിൽ ഈ ക്യാരക്ടർ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് 6 ഒന്നുകൂടി ഉണ്ട്, 7 ഓക്കെ. 7 ഫങ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻ ഈസ് അപ്പർ. ആ പേരിൽ തന്നെ ഉണ്ട് ഈസ് ആണോ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഈസ് അപ്പർ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഇസ് അപ്പർ കേസ് ഓർ നോട്ട്. നമ്മളിവിടെ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന വാല്യൂ അപ്പർ കേസിലാണോ ലോവർ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ അപ്പർ കേസ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല. ഓക്കെ, അപ്പോൾ അപ്പർ കേസിലാണെന്നുണ്ടെങ്കിൽ ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. ഒരു പോസിറ്റീവ് നമ്പറാണ്, 0 അല്ലാത്ത ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ ഈഫ് അപ്പർ കേസ്. ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ഇനി ക്യാപിറ്റൽ ലെറ്റർ അല്ല എന്ന് വിചാരിക്കുക, നമ്മൾ പാസ് ചെയ്ത ആർഗ്യുമെൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ അല്ല സ്മോൾ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് 0. ദാറ്റ് ഈസ് ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ if uppercase, if the argument is uppercase, otherwise return 0. അല്ലെങ്കിൽ അപ്പർ കേസിലല്ല എന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. Now let us see the syntax. Syntax is int is upper of char. Character value is passed as an argument. Character അതാണ് char കൊടുത്തത്. Int it returns a positive number or 0 depends on this character. ഈ ക്യാരക്ടറിനനുസരിച്ച് പോസിറ്റീവ് നമ്പർ ആണോ അല്ലെങ്കിൽ 0 ആണോ എന്നുള്ളത് ഇവിടെ റിട്ടേൺ ചെയ്യും. എക്സാമ്പിൾ, ഒരു വേരിയബിൾ char ch is a variable I selected. ch അതിൻ്റെ വാല്യൂ എന്താ കൊടുത്തിട്ടുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ A. Now we are going to check whether this character is in upper case or not. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഈസ് അപ്പർ ഓഫ് ch ബ്രാക്കറ്റിൽ കൊടുത്ത് നോക്കൂ. ആർഗ്യുമെൻറ്റ് ch എന്നുള്ളത് വാല്യൂ കൊടുത്തത് എന്താണ്? A. അപ്പോൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈസ് അപ്പർ ഓഫ് A. അപ്പോൾ CHലുള്ള വാല്യൂ എന്താണ്? A. ഈ A എന്നുള്ളത് അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പർ കേസിലുള്ളതാണോ ഇത്? യെസ്, ഇറ്റ് ഈസ് ഇൻ അപ്പർ കേസ്. സോ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. സാധാരണ നമുക്ക് 256 ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുക. 256. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതുപോലുള്ള ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും അപ്പർ കേസ് ആണെങ്കിൽ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഈസ് അപ്പർ ഓഫ് ആർഗ്യുമെൻ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? എന്താണ് ആർഗ്യുമെൻറ്റ്? സ്മോൾ ലെറ്റർ A. അപ്പോൾ സ്മോൾ ലെറ്റർ A എന്നുള്ളത് അപ്പർ കേസ് ആണോ? അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റിയില്ല. ഈസ് അപ്പർ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ ആണ്, കണ്ടീഷൻ തെറ്റി, കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് റിട്ടേൺസ് 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇത്രയുള്ള ഓർക്കാൻ, ക്യാരക്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. അത് അപ്പർ കേസിലാണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞത് മാത്രം. പോസിറ്റീവ് നമ്പറാണ് റിട്ടേൺ ചെയ്യാം. അപ്പർ കേസിലല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 0 എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 5 ഡിജിറ്റ് കൊടുത്തു വിചാരിക്കുക. 5 എന്നുള്ള ഡിജിറ്റ്. അപ്പോൾ ഇത് അപ്പർ കേസാണോ ലോവർ കേസാണോ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെന്തായാലും അപ്പർ കേസ് അല്ലല്ലോ, ആ കേസിലും 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ മാത്രം പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ബാക്കി എന്ത് കൊടുത്താലും 0 ആണ് റിട്ടേൺ ചെയ്യുക. ഇങ്ങനെയാണ് ഈസ് അപ്പർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈസ് അപ്പർ ആണോ, ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ഫംഗ്ഷൻ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ലോവർ. ദിസ് ഇസ് എ സെക്കൻഡ് ഫംഗ്ഷൻ. ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്. ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഇസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്. സ്മോൾ ലെറ്ററിലാണോ ക്യാപിറ്റൽ ലെറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, സ്മോൾ ലെറ്ററിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇതും നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ, ഈ സപ്പറിൽ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ലോവർ കേസ്. സ്മോൾ ലെറ്ററിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. സ്മോൾ ലെറ്ററിലല്ല എന്നുണ്ടെങ്കിൽ അത് 0 ആണ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും റിട്ടേൺ ചെയ്യാം.
ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ലോവർ കേസ്. സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ലോവർ കേസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആണെങ്കിൽ, ഇവിടെ പോലെ തന്നെ ആണെങ്കിൽ, എന്താണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0. ഇറ്റ് റിട്ടേൺസ് 0 ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ലോവർ കേസ്. ലോവർ കേസിലല്ല എന്നുണ്ടെങ്കിൽ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. സിൻടാക്സ് ഇസ് ഓൾസോ സെയിം. ഫംഗ്ഷൻ്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈസ് അപ്പറിന് പകരം ഈസ് ലോവർ എന്ന് കൊടുത്തു. ഇൻറ്റ് ഈസ് ലോവർ ഓഫ് ക്യാർ, ഇവിടെ നമ്മൾ ക്യാരക്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. എക്സാമ്പിൾ അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു. ക്യാർ CH ഇസ് ഈക്വൽ ടു എന്താ കൊടുത്തത് വാല്യൂ ഇവിടെ? സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി എന്നുള്ള വാല്യൂ ആണ് CHലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി അത് എങ്ങനെയാണ് ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ കൊടുക്കുക? ഈസ് ലോവർ ഓഫ്. ശ്രദ്ധിക്കുക, ഈസ് ലോവർ ഈസ് എ സിംഗിൾ വേർഡ്, സ്പേസ് ഇല്ല, ഒന്നിച്ചൊറ്റ വേർഡായിട്ടാണ് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈസ് അപ്പർ, സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല, സ്പേസ് ഇട്ടാൽ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈസ് ലോവർ ഓഫ് CH. അപ്പോൾ CHലുള്ള വാല്യൂ എന്താണ്? സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ഈസ് ലോവർ ഓഫ് സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി ലോവർ കേസ് ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും വാല്യൂ റിട്ടേൺ ചെയ്യാം? എന്തായിരിക്കും? യെസ്, ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. ഇതൊരു പോസിറ്റീവ് നമ്പറാണ് റിട്ടേൺ ചെയ്യുക, കാരണം ഇറ്റ് ഈസ് ഇൻ സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്ററിലാണ്, ലോവർ കേസിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈസ് ലോവർ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ബി. ആർഗ്യുമെൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി വാല്യൂ റിട്ടേൺ ബൈ ദിസ് ഫംഗ്ഷൻ? എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യുക? ഈസ് ലോവർ ഓഫ് ക്യാപിറ്റൽ ബി. അപ്പോൾ ക്യാപിറ്റൽ ബി എന്നുള്ളത് ലോവർ കേസിലാണോ? അല്ല. അപ്പോൾ എന്തായിരിക്കും വാല്യൂ? എന്തായിരിക്കും? യെസ്, ഇറ്റ് റിട്ടേൺസ് വാല്യൂ 0. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, now the next function is alpha. Is alpha. Alpha എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ആൽഫബറ്റ്, അതായത് ABCD, സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ, ഏതായാലും കുഴപ്പമില്ല, ആൽഫബറ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. നമ്പർ ആവരുത്, സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ആൽഫബറ്റ്സ് ആണെങ്കിൽ മാത്രം പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ആൽഫബറ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. Now come to this topic. It is used, is alpha function is used to check whether the argument is alphabet or not. Alphabet ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ. It returns a positive number. എപ്പോഴായിരിക്കും പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യാം? എപ്പോഴാണ്? യെസ്, ഇവിടെ അത് ഈസ് ആൽഫ എന്നാണ് നോക്കുന്നത്. ആൽഫബറ്റ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, അതർവൈസ് റിട്ടേൺസ് 0. ആൽഫബറ്റ് അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ റിസൾട്ടൊക്കെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ആണെങ്കിൽ എന്താണോ ചെക്ക് ചെയ്യുന്നത് അതാണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ 0. ഓക്കെ, സിൻടാക്സിസ് ഇൻറ്റ് ഈസ് ആൽഫ ഓഫ് ക്യാർ. ആൽഫബറ്റ് ആണോ നോക്കുക, നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യും. ആണെങ്കിൽ ഒന്നുകിൽ പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. Let us see an example. Char CH is equal to E. E എന്നുള്ളത് എന്താണ്? ഒരു ആൽഫബറ്റ് ആണ്. അപ്പോൾ E എന്നുള്ളത് ഒരു ആൽഫബറ്റ് കൊടുത്തു CHലേക്ക്. Now we are checking if is alpha of CH. അങ്ങനെ കൊടുത്തത് ഈസ് ആൽഫ ഓഫ് CH. ഈ CHലുള്ള വാല്യൂ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈസ് ആൽഫ ഓഫ് CH. വാട്ട് വിൽ ബി ദി വാല്യൂ? എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? യെസ്, ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. കാരണം ഇത് ആൽഫബറ്റ് ആണ്, ഈ എന്നുള്ളത് ആൽഫബറ്റ് ആണ്, അപ്പോൾ പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഈസ് ആൽഫ ഓഫ് 5. 5 എന്നുള്ള ആൽഫബറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 5 എന്നുള്ള ഒരു ഡിജിറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് നമ്പർ ആണെങ്കിലും സിംഗിൾ കൊട്ടേഷനിൽ വേണം ഇട്ട് കൊടുക്കാൻ, കാരണം ക്യാരക്ടറായിട്ടാണ് ആർഗ്യുമെന്റ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 കൊടുക്കും. അപ്പോൾ ഇതൊരു 5 എന്നുള്ളത് ഒരു ആൽഫബറ്റ് അല്ലല്ലോ, 5 എന്നുള്ളത് ഡിജിറ്റ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വാല്യൂ റിട്ടേൺ ചെയ്യുക? ഇങ്ങോട്ട് വരുമോ? ഈ വാല്യൂ റിട്ടേൺ ചെയ്യുമോ പോസിറ്റീവ് നമ്പർ? ഇല്ല, കാരണം ഇറ്റ് ഈസ് എ ഡിജിറ്റ്, സോ ഇറ്റ് റിട്ടേൺസ് ദി വാല്യൂ 0. അപ്പോൾ ആൽഫബറ്റ് ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ, ആൽഫബറ്റ് അല്ലാത്തത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. സോ വാട്ട് ഈസ് ദി ഫംഗ്ഷൻ നെയിം? ഈസ് ആൽഫ. ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, നൗ ദി ഫോർത്ത് ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ്. ഇതെന്തിനുള്ളതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനുള്ളതായിരിക്കും? യെസ്, വെരി ഈസി അല്ലേ. എന്താണ്? ഈസ് ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഡിജിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ക്യാരക്ടർ ആണോ നോക്കി, ആ ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഇവിടെ നമ്മൾ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിജിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും. ഡിജിറ്റ് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും സിമ്പിൾസ്, ആൽഫബറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 എന്നായിരിക്കും റിട്ടേൺ ചെയ്യാം.
ഓക്കെ, എന്നൊരു എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അല്ലേ. ഈസ് ഡിജിറ്റ് ചെക്സ് വെദർ ഇറ്റ് ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ ഇഫ് ഇറ്റ് ഈസ് എ ഡിജിറ്റ് ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും, ഡിജിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, സിൻടാക്സ് സെയിം സിൻടാക്സ് അതേപോലെ തന്നെയാണ് ഈസ് ഡിജിറ്റ് എന്നും കൊടുക്കുക ഈസ് ആൽഫയ്ക്ക് പകരം. ഇവിടെ ഞാൻ CH എന്നുള്ള വേരിയബിളിൽ 6 എന്നുള്ള വാല്യൂ കൊടുത്തു, ഒരു ഡിജിറ്റ് കൊടുത്തു, ആൽഫബറ്റിന് പകരം ഒരു ഡിജിറ്റ് കൊടുത്തു, 6 എന്നുള്ള വാല്യൂ. ഇനി ഈസ് ഡിജിറ്റ് ഓഫ് CH എന്നുള്ള വാല്യൂ ഡിജിറ്റ് ആണോ? What will be the result? Is digit of CH? Yes, it returns a positive number. കാരണം ഡിജിറ്റ് ആണല്ലോ, ഈസ് ഡിജിറ്റ് ആണ്, 6 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, നോ അനദർ എക്സാമ്പിൾ. ഈസ് ഡിജിറ്റ് ഓഫ് എന്താ കൊടുത്തത്? ബി എന്നുള്ളത് ഡിജിറ്റ് ആണോ? അല്ല, ബി ഈസ് ആൻ ആൽഫബറ്റ്. അപ്പോൾ ഇത് കണ്ടീഷൻ തെറ്റി. ഡിജിറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഡിജിറ്റ് അല്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ദി വാല്യൂ 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ട് ഓർത്തിരിക്കാമല്ലോ ഈ ഫംഗ്ഷൻ്റെ പേര് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ഹെഡർ ഫയൽ CC ടൈപ്പ് എന്നുള്ള ഹെഡർ ഫയലാണ് ഇതൊക്കെ. ഇനി നമുക്കൊരു 3 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടി നോക്കാം. Now the next function is alnum. എന്ന് പറയുമ്പോൾ ആൽഫ ന്യൂമറിക് നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യുക. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ആവാം, നമ്പേഴ്സ് ആവാം, 2 വന്നാലും പോസിറ്റീവ് ആയിരിക്കും. ആൽഫബറ്റോ ന്യൂമറിക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് എന്തായിരുന്നു? വേറെ ആയിരുന്നു. ആൽഫബറ്റ് ആണോ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേറെ. ഇത് ആൽഫബറ്റ് ആയാലും കുഴപ്പമില്ല, ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസ് ആൽനം എന്ന് കൊടുക്കുക. ഓക്കെ, ആൽഫബറ്റോ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇറ്റ് ചെക്സ് വെദർ ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ന്യൂമറിക് നമ്പർ ആണോ ആർഗ്യുമെൻ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ ഈഫ് ആൽഫ ന്യൂമറിക് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അതർവൈസ് റിട്ടേൺസ് 0. ഓക്കെ, സിൻടാക്സ് എല്ലാത്തിൻ്റെ ഒരേപോലെ തന്നെയാണ്, ഫംഗ്ഷൻ്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട, ഈ സാലിനം എന്ന് കൊടുക്കാം. എക്സാമ്പിൾ, ക്യാർ CH is equal to E. ആൽഫബറ്റ് കൊടുത്തു, ആൽഫബറ്റ്. അപ്പോൾ എന്തായിരിക്കും? ഇത് ആൽഫബറ്റ് ആണ്, ആൽഫ ന്യൂമറിക് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൽഫബറ്റ് അല്ലേ ഇത്? ഈ സാലിനം ഓഫ് CHയിലുള്ളത് ആൽഫബറ്റ് ആണല്ലോ. യെസ്, നൗ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? പോസിറ്റീവ് നമ്പർ എങ്ങനെ വരിക എന്നുള്ളത്? ആൽഫബറ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്, നമ്മൾ ആൽഫബറ്റ് ആണെന്നല്ലേ ചെക്ക് ചെയ്യാം. സോ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ. വേറൊരു എക്സാമ്പിൾ, ഈ സാലിനം ഓഫ് 5. വാട്ട് വിൽ ബി ദിസ് വാല്യൂ റിട്ടേൺഡ് ഇൻ ദിസ് കേസ്? എന്ത് വാല്യൂ ആയിരിക്കും ഇവിടെ വരിക? ഈ സാലിനം ഓഫ് 5 ഇസ് എ ഡിജിറ്റ്, ആൽഫ ന്യൂമറിക് നമ്പറിൽ പെടും. ഇത് ന്യൂമറിക് നമ്പർ അല്ലേ? അപ്പോൾ ഇറ്റ് ഓൾസോ റിട്ടേൺസ് എ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ അല്ലേ? ഏതൊരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യാം. ആൽഫബറ്റ് ആണെങ്കിലും നമ്പർ ആണെങ്കിലും പോസിറ്റീവ് റിട്ടേൺ ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സിമ്പിൾ, ഒരു പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ കൊടുത്തു. പ്ലസ്, ഇത് ആൽഫബറ്റ് ആണോ? പ്ലസ് എന്നുള്ളത് ആൽഫബറ്റ് ആണോ? അല്ല. പ്ലസ് എന്നുള്ളത് ഡിജിറ്റ് ആണോ? അല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും? റിട്ടേൺസ് ദി വാല്യൂ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. എളുപ്പമാണല്ലോ അല്ലേ? സിമ്പിൾ, ആൽഫബറ്റ് നമ്പർ അല്ലെങ്കിൽ 0 എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഓക്കെ, now the last 2 functions. To upper, last to lower. അപ്പർ കേസ് മറ്റെന്തായിരുന്നു? ഈസ് അപ്പർ ആണോ ലോവർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ടു അപ്പർ ടു ലോവർ. അതെന്താണ്? അപ്പർ കേസിലേക്ക് മാറ്റാൻ, മറ്റത് ലോവർ കേസിലേക്ക് മാറ്റാൻ. സോ ഇറ്റ് കൺവേർട്ട്സ് എ ക്യാരക്ടർ ടു അപ്പർ കേസ്. ടു അപ്പർ ഫംഗ്ഷൻ റിട്ടേൺസ് അപ്പർ കേസ് ലെറ്റർ ഓഫ് ദി ക്യാരക്ടർ പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ പാസ് ചെയ്ത ആർഗ്യുമെൻറ്റിനെ അപ്പർ കേസിലേക്ക് ആക്കിയിട്ട് റിട്ടേൺ ചെയ്യും. സിൻടാക്സ്, അതായത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റും, ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാനാണ് ഈ 2 ഫംഗ്ഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ ടു അപ്പർ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ക്യാരക്ടർ കൊടുത്തെങ്കിൽ അതിനെ അപ്പർ കേസാക്കി മാറ്റും. എക്സാമ്പിൾ, ഇവിടെ നോക്കും, ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നേരത്തെ ഇതുവരെയുള്ള ഫംഗ്ഷൻസിൽ നമ്മളിവിടെ ഇൻറ്റാണ് കൊടുത്തത്. കാരണം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ, അങ്ങനെ നമ്പർ റിട്ടേൺ ചെയ്തുകൊണ്ട് അവിടെ ഇൻറ്റ് കൊടുത്തു. ഇവിടെ എന്താണ്? ഇവിടെ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിനെ ക്യാപിറ്റൽ ലെറ്ററിലാക്കിയിട്ട് ആ ക്യാപിറ്റൽ ലെറ്ററാണ് റിട്ടേൺ ചെയ്യുക. സോ ഇറ്റ് ഈസ് ക്യാരക്ടർ.
ക്യാർ സി എച്ച് ഇസ് ഈക്വൽ ടു ഇ, ഒരു വേരിയബിളിലേക്ക് ഇ എന്നുള്ള സ്മോൾ ലെറ്റർ കൊടുത്തു. നൗ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു അപ്പർ കേസ് ഇ. ക്യാർ സി, അതായത് അപ്പർ കേസിലേക്കാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ആൽഫബറ്റ് കിട്ടൂലേ, ടു അപ്പർ ഓഫ് സി എച്ച്. ടു അപ്പർ ഓഫ് സി എച്ചിൽ എന്താണ് ഇ, അപ്പോൾ ഇനെ അപ്പർ കേസ് ആക്കിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റും, എന്നിട്ട് അത് സിയിലേക്ക് വരും. സോ സി സ്റ്റോഴ്സ് ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ടു അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ റിട്ടേൺ ചെയ്യും, അതൊരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മളത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി ഔട്ട് ടു അപ്പർ ഓഫ് സി. ഇപ്പോൾ സിയിൽ എന്തുണ്ടാവുക, ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ഇയിൽ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്നുണ്ടാവും. അപ്പോൾ ടു അപ്പർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക, ഇ എന്ന മോണിറ്ററിൽ വരും എന്നാണ് നമ്മൾ വിചാരിക്കുക ഇ. ബട്ട് ഇറ്റ് വിൽ നോട്ട് ഡിസ്പ്ലേ ഇ. ഇ എന്നുള്ള വാല്യൂ അല്ല ഡിസ്പ്ലേ ചെയ്യാം, അതിൻ്റെ ആസ്കി വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ആസ്കി വാല്യൂ ഓഫ് ഇ ആണ് ഡിസ്പ്ലേ ചെയ്യുക. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ടു അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്കി വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആസ്കി വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആസ്കി വാല്യൂ, ഇയുടെ ആസ്കി വാല്യൂ എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ 65, ബി സി ഡി ഇ, അപ്പോൾ 66, 67, 68, 69 അല്ലേ, 69. അപ്പോൾ 69 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. അപ്പോൾ 69 എന്നാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഇ എന്നാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഇ എന്നാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രിൻറ്റ് ചെയ്യണം, അപ്പർ കേസിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടി കൊടുക്കണം. ഇവിടെ ക്യാർ എന്നുള്ളത് നമ്മൾ ടൈപ്പ് കൺവേർഷൻ കൊടുക്കണം. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട്, ഈ ആസ്കി വാല്യൂവിനെ മാറ്റിയിട്ട്, നമ്പറിനെ മാറ്റിയിട്ട് നമുക്ക് ക്യാരക്ടറിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാർ എന്ന് കൂടി ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ 69ൻ്റെ ക്യാരക്ടർ കറസ്പോണ്ടിങ് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇ എന്ന മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന കേസിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. വെറുതെ ടു അപ്പർ ഓഫ് സി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആസ്കി വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് കൺവേർഷൻ കൊടുക്കണം, ഇവിടെ ക്യാർ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ എക്സാമിന് ഔട്ട്പുട്ട് എഴുതാനായിട്ട് ചോദിക്കും. ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ടു അപ്പർ കേസിലേക്ക് മാറ്റും, അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആസ്കി വാല്യൂ പ്രിൻറ്റ് ചെയ്യും. നൗ ദി ലാസ്റ്റ് ഫംഗ്ഷൻ ഇസ് ടു ലോവർ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ടു കൺവേർട്ട് എ ക്യാരക്ടർ ടു ലോവർ കേസിലേക്കൊക്കെ മാറ്റും. സി എച്ചിൽ സിൻടാക്സ് സെയിം ആണ്. സിൻടാക്സ് ഇതേപോലെ തന്നെ. എന്തായിരിക്കും വ്യത്യാസം, ദി ഓൺലി ഡിഫറൻസസ് ഇൻസ്റ്റെഡ് ഓഫ് ടു അപ്പർ വി ആർ യൂസിങ് ടു ലോവർ. ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ടു ലോവർ. അപ്പോൾ ക്യാർ സി എച്ചിലേക്ക് ക്യാപിറ്റൽ ലെറ്റർ എന്ന് കൊടുത്തു. ഇനി സി ഔട്ട് ഇവിടെ കൊടുത്തത് ശ്രദ്ധിക്കുക, ക്യാർ ടു ലോവർ ഓഫ് സി എച്ച്. സി എച്ചിൽ ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അപ്പോൾ സി എച്ചിലെ ക്യാപിറ്റൽ ലെറ്റർ എനെ സ്മോൾ ലെറ്റർ എയിലേക്കാക്കി പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാർ എന്നിവിടെ കൊടുത്തത് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ അത് മോണിറ്ററിൽ സ്മോൾ ലെറ്റർ എ എന്ന് പ്രിൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സ്മോൾ ലെറ്റർ എന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാർ കൊടുക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും, 97 ആസ്കി വാല്യൂ 97 എന്നാണ് മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ 97 എന്ന് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് സ്മോൾ ലെറ്റർ എ ആണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ആൽഫബറ്റ് ആയിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാർ എന്ന് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ടു അപ്പർ ടു ലോവർ. അപ്പോൾ ഇത്രയും 7 ഫംഗ്ഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഞാൻ കാണിക്കാം, ഡെമോ കാണിച്ചു തരാം. പ്രോഗ്രാം ചെയ്തിട്ട് അന്നേരം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.